ബൈജൂസ് വീണ്ടും കുടുക്കിൽ. ബൈജൂസ് ലേണിംഗ് ആപ്പ് ഉടമ ബൈജു രവീന്ദ്രനെതിരെ കേസ്. മുംബൈ പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് കേസെടുത്തത്. 46,900 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. ഡയറക്ടർമാരായ റിജു രവീന്ദ്രൻ, ദിവ്യ ഗോകുൽനാഥ് എന്നിവരും പ്രതികൾ. ഇതാദ്യമായല്ല ഈ ബൈജൂസ് ഇത്തരം വിവാദങ്ങളിൽ പെടുന്നത്. മുൻപും സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നിലവിൽ മുംബൈ പോലീസിൻ്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കുന്ന വിഭാഗമാണ് കേസെടുത്തിരിക്കുന്നത്. 46,900 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് കേസ്. എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ ബൈജൂസ് ആപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരമായ വിവാദങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ ഈ പുതിയ കേസിന്റെ അടിസ്ഥാനം എന്താണ് ശ്രീകാന്ത്? ഈ ബൈജൂസ് വലിയ ഊരാക്കുടുക്കിൽ ചെന്ന് പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഗൗതം. കാരണം ഈ ബൈജൂസ് ലേണിംഗ് ആപ്പ് ഉടമ ബൈജു രവീന്ദ്രനെതിരെ പുതിയ കേസ് വന്നിരിക്കുന്നു. മുംബൈ പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഇതിന്റെ ഡയറക്ടർമാരായ റിജു രവീന്ദ്രൻ, ദിവ്യ ഗോകുൽനാഥ് എന്നിവരും കേസിലെ പ്രതികളാണ്. 46.90 കോടി രൂപയുടെ തട്ടിപ്പിൽ ആണ് ഈ കേസ് ഉണ്ടായിട്ടുള്ളത്. ആദിത്യ ബിർള ക്യാപിറ്റൽസ് ആണ് പരാതി നൽകിയത്. ഏതായാലും നേരത്തെ തന്നെ ബൈജൂസിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ വരികയും വിവിധയിടങ്ങളിൽ കേസ് നൽകുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് വലിയ പ്രതിസന്ധി നേരിടുന്ന കമ്പനിക്കെതിരെ മുംബൈ പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം കൂടി കേസെടുത്തിട്ടുള്ളത്. ബൈജൂസിനെതിരെ വീണ്ടും അടുത്ത കേസ് വരികയാണ്. മുംബൈയിലാണ് ഈ തവണ കേസ് വന്നിരിക്കുന്നത്. 46,000 കോടി രൂപയുടെ സാമ്പത്തിക കുറ്റാരോപണം ഉണ്ടായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുംബൈ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യം സംബന്ധിച്ച് അന്വേഷിക്കുന്ന ടീമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഡൽഹിയിൽ നിന്നും എസ് ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.